വിശദമായ വാർത്തയിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. തിക്കോടി പള്ളിക്കര സ്വദേശിയായ 14-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 1.5 മാസത്തിനിടെ 3 കുട്ടികളാണ് കോഴിക്കോട്ടെ ആശുപത്രികളിൽ മരിച്ചത്. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഗുഡ് മോർണിംഗ്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു കുട്ടിക്ക് കൂടി സ്ഥിരീകരിക്കുമ്പോൾ വലിയ ആശങ്ക ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ആ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? അശ്വതി, 6 ദിവസമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടേതാണ് ഇപ്പോൾ ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ സർക്കാർ തലത്തിലെ പരിശോധനകളുടെ ഫലം ഇന്നലെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്റർ സഹായത്തോടുകൂടിയായിരുന്നു ആദ്യഘട്ടത്തിൽ കുട്ടി ജീവൻ നിലനിർത്തിയത്. എന്നാൽ ആ അവസ്ഥയ്ക്ക് വലിയ മാറ്റം വന്നിരിക്കുന്നു എന്നതാണ് ഏറെ ആശ്വാസകരം. കുട്ടി മരുന്നുകളോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഒപ്പം കുട്ടിയുടെ ആരോഗ്യനില ഏറെ മെച്ചപ്പെട്ടിരിക്കുന്നുവെന്നും ഡോക്ടർമാർ പറയുന്നു. അതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യം. നമുക്കറിയാം, നേരത്തെ ഈ രോഗബാധ സ്ഥിരീകരിച്ച ശേഷം ഗുരുതരാവസ്ഥയിലായ 3 കുട്ടികൾക്കും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവർ മരുന്നുകളോട് തീരെ പ്രതികരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിദേശത്തു നിന്നടക്കം മരുന്ന് ഇറക്കുമതി ചെയ്ത് കുട്ടികൾക്ക് നൽകുകയും ചെയ്തു. എന്നാൽ അത്തരം മരുന്നുകളോടും കുട്ടികൾ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. നമുക്കറിയാം, ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വന്നാൽ അതിന് കൃത്യമായ ഒരു ചികിത്സാ പ്രോട്ടോകോൾ നിലവിലില്ല. നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി അടക്കം വ്യക്തമാക്കി, ഇതുമായി ബന്ധപ്പെട്ട ലിറ്ററേച്ചറോ മറ്റ് പരീക്ഷണങ്ങളോ കണ്ടുപിടുത്തങ്ങളോ ഒന്നും കാര്യമായി ഇല്ലാത്ത സാഹചര്യം. ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായി മാത്രമാണ് ഈ രോഗം കണ്ടെത്തുകയും സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്ത്. അതിലാണ് 3 കുട്ടികൾ ഇപ്പോൾ കേരളത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും ഇപ്പോൾ ഒരു കുട്ടിക്ക് ചികിത്സ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സമാനമായ ലക്ഷണങ്ങളോടുകൂടി മറ്റൊരു കുട്ടിയെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആ കുട്ടിക്ക് നേരിയ ലക്ഷണങ്ങളെ ഉള്ളൂ. ആ കുട്ടിക്ക് ഈ രോഗബാധ ഇല്ല എന്ന് കണ്ടെത്തുകയും അതേ തുടർന്ന് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു. ഈ തിക്കോടിക്ക് സമീപമുള്ള ഒരു പൊതുകുളത്തിൽ കുളിച്ചപ്പോഴാണ് കുട്ടിക്ക് രോഗബാധ കണ്ടെത്തിയതെന്നാണ്, ശരീരത്തിലേക്ക് പ്രവേശിച്ചതെന്നാണ് സംശയം. ഇതേ തുടർന്ന് ആ പൊതുകുളം അണുവിമുക്തമാക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയും ആളുകളെ കുളത്തിൽ കുളിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഒപ്പം നേരത്തെ കുളത്തിൽ കുളിച്ച ആളുകളുടെ ഒരു പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കുകയും അവരെ കർശന നിരീക്ഷണത്തിലാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഫറൂഖ് സ്വദേശിയായ 14-കാരൻ മരണത്തിന് കീഴടങ്ങിയത്. അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സംഭവമായി മാറിയിരുന്നു. ഇതേ തുടർന്ന് ഏറെ ആശങ്ക നിലനിന്നിരുന്നു, ഇനി ചികിത്സയിലുള്ള കുട്ടിയുടെ അവസ്ഥ എന്താകുമെന്ന കാര്യം. എന്നാൽ അക്കാര്യത്തിലാണ് ചെറിയ പ്രതീക്ഷയ്ക്ക് വക ലഭിച്ചിരിക്കുന്നത്. കുട്ടി മികച്ച രീതിയിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നു, ആരോഗ്യനില ഏറെ മെച്ചപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും ഇതിനെ ഏറെ ഗൗരവമായി കാണുന്നുവെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയത്. സർക്കാർ ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത ശേഷം ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പൊതുകുളങ്ങളിലും മറ്റ് ജലാശയങ്ങളിലും കുളിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം, കൃത്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വേണം കുട്ടികൾ ഇത്തരം ജലാശയങ്ങളിൽ ഇറങ്ങാൻ എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ ചെളിവെള്ളം, ഈ മാലിന്യങ്ങൾ ഏറെയുള്ള അല്ലെങ്കിൽ രോഗം വരാൻ സാധ്യത ഏറെയുള്ള ചെളിവെള്ളത്തിലും മറ്റും കുളിക്കുന്നത് കുട്ടികൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ കളിക്കുന്നത് കുട്ടികൾ ഒഴിവാക്കണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നേരത്തെ മലപ്പുറം സ്വദേശിയായ കുട്ടിക്കാണ് ആദ്യ രോഗം സ്ഥിരീകരിക്കുകയും പിന്നീട് ആ കുട്ടി മരണത്തിന് കീഴടങ്ങുകയും ചെയ്ത് ആ കുട്ടിയുടെ വീടിന് സമീപമുള്ള ഒരു ജലാശയത്തിൽ കുളിച്ചപ്പോഴാണ് രോഗം വന്നത്. രണ്ടാമത് കണ്ണൂർ സ്വദേശിയായ കുട്ടിയായിരുന്നു. അത് ഈ മൂന്നാറിൽ വിനോദസഞ്ചാരത്തിന് പോയപ്പോൾ അവിടുത്തെ ഒരു സ്വകാര്യ പൂളിൽ കുളിച്ചപ്പോഴാണ് രോഗം ശരീരത്തിൽ എത്തിയതെന്ന് കരുതുന്നതായി വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഈ സ്വിമ്മിംഗ് പൂളുകളും മറ്റും സമയബന്ധിതമായി വൃത്തിയാക്കുക, ഒപ്പം ക്ലോറിനേഷൻ നടപടികൾ കൃത്യമായി ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളും അധികൃതർ നൽകുന്നുണ്ട്. എന്തായാലും നിലവിൽ ആശാവഹമായ പുരോഗതി തന്നെയാണ് ഈ രോഗം സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിക്ക് ഉള്ളത്. അനീഷ്, ഇതിന്റെ ഒരു ചികിത്സാ രീതിയിലേക്ക് കൂടി എത്തുമ്പോൾ ഇതിനായി കൃത്യമായ ഒരു മരുന്ന് അത് നമുക്ക് ലഭ്യമാണോ? അല്ലെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അത് ബാക്കിയുള്ള അസുഖങ്ങൾ അത് കുറയ്ക്കാനുള്ള മരുന്നാണോ നൽകുന്നത്? ഈ മസ്തിഷ്ക ജ്വരത്തിന്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിനായുള്ള മരുന്ന് അത് നമുക്ക് ലഭ്യമാണോ? ചികിത്സാ രീതികൾ എങ്ങനെയാണ്? ആരോഗ്യവകുപ്പ് അത് സംബന്ധിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്?
അശ്വതി, കൃത്യമായ ഒരു ചികിത്സ ഈ രോഗവുമായി ബന്ധപ്പെട്ടില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പും ഈ കുട്ടികളെ ചികിത്സിച്ച ഡോക്ടറും ഒക്കെ പറയുന്നത്. കാരണം അമീബിക് മെനിഞ്ചൈറ്റിസ് എന്നത് മസ്തിഷ്ക ജ്വരത്തിന് സമാനമായ രോഗലക്ഷണങ്ങളാണ്. ഒരു ഘട്ടത്തിൽ ആദ്യം മസ്തിഷ്ക ജ്വരമാണോ എന്ന ഒരു സംശയം ജനിപ്പിക്കുമെങ്കിലും പിന്നീട് വിശദമായി നടത്തുന്ന പരിശോധനയിലാണ് ഈ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തുന്ന ഒരു പ്രൊസീജിയർ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ അമീബയ്ക്കെതിരെ ഒരു മരുന്ന് എന്നത് ഇപ്പോഴും പ്രായോഗികമായിട്ടുള്ള രാജ്യാന്തര തലത്തിലും ആഗോള തലത്തിലുമൊക്കെ വളരെ അപൂർവമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസാണ്. അതുകൊണ്ട് നേരത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ ഇതിൻ്റെ ലിറ്ററേച്ചർ, ഇതിൻ്റെ സാഹിത്യം, അതായത് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, ഗവേഷണത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഫലങ്ങൾ, എന്ത് മരുന്ന് കൊടുക്കണം എന്നതൊക്കെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു എഴുത്തുകൾ അല്ലെങ്കിൽ പഠനം ലഭ്യമല്ലാത്ത സാഹചര്യം. ഇതേക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കുമെന്ന് നമുക്ക് കരുതാം. അതുകൊണ്ട് തന്നെ ഈ തലച്ചോറിനെ ബാധിച്ച് തലച്ചോറിനെ കാർന്ന് തിന്നുന്ന അവസ്ഥയിലേക്കാണ് ഈ രോഗബാധ വരുന്നത്. അതുകൊണ്ട് ഈ മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുക, തലച്ചോറിന്റെ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കുന്നതിനുള്ള മരുന്നുകൾ നൽകുക, മറ്റ് അനുബന്ധ രോഗങ്ങൾ, പനി, ഛർദിൽ, ജലദോഷം, അങ്ങനെ ഒരു കൂട്ടം രോഗങ്ങൾ ഇതിനോടൊപ്പം വരുന്നുണ്ട്. ആ രോഗങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നതാണ് ഇപ്പോൾ ഡോക്ടർമാർ അനുവർത്തിച്ച് വരുന്ന രീതി. എന്തായാലും ഈ മസ്തിഷ്ക ജ്വരത്തെ തടയാൻ പറ്റിയ അല്ലെങ്കിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തോട് ഫലപ്രദമെന്ന് കണ്ടെത്തിയ ചില മരുന്നുകളാണ്, വിദേശത്തു നിന്നും അടക്കം എത്തിക്കുന്ന ചില മരുന്നുകളാണ് ഈ രോഗം കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. എന്തായാലും നമുക്ക് അക്കാര്യത്തിലൊരു വലിയ പുരോഗതി ഉണ്ടാവുമെന്ന് കരുതാം. കാരണം ഈ ആദ്യത്തെ 3 കുട്ടികളും അതീവ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. അവർ ആദ്യഘട്ടം മുതൽ ഏതാണ്ട് വെന്റിലേറ്റർ സഹായത്തോടുകൂടി ജീവൻ നിലനിർത്തുന്ന സാഹചര്യവും ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു. ഇപ്പോൾ ചികിത്സയിലുള്ള കുട്ടിയും വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ കുട്ടിയുടെ കാര്യത്തിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോസിറ്റീവ് ആയി നമുക്ക് എടുക്കേണ്ടത്. കാരണം മറ്റു 3 കുട്ടികളും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മരുന്നുകളോട് ഒട്ടും പ്രതികരിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൽ ഏറ്റവും നിർണായകമായി മാറുന്നത് നേരത്തെയുള്ള പരിശോധന തന്നെയാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കാരണം ഈ ഫാറൂഖ് സ്വദേശിയായ കുട്ടിക്ക് രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണും. കാരണം സ്വാഭാവികമായി ഒരു കുളത്തിലും മറ്റുമൊക്കെ കുളിക്കുമ്പോൾ അത് ഈ നീരിറങ്ങുന്നു എന്നൊക്കെ നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുന്ന പോലെ ഈ തലയിൽ നിന്നും വെള്ളം താഴേക്ക് ഇറങ്ങുമ്പോൾ ചില ലക്ഷണങ്ങൾ ശരീരത്ത് പ്രകടമാകും. അത്തരം ലക്ഷണങ്ങൾ പ്രകടമായപ്പോഴാണ് ഫാറൂഖ് സ്വദേശിയായ കുട്ടിയെ ആദ്യം ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴും ഈ സാധാരണ പനിയുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ പനി കൂടിയ ലക്ഷണം, ന്യൂമോണിയ പോലുള്ള സ്റ്റേജ് ആ രീതിയിലാണ് കാണുന്നത്. അതിനുശേഷമാണ് പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും പരിശോധന നടത്തി ഈ ഫലം ലഭിക്കുകയും ചെയ്ത്. അതുകൊണ്ട് ആ ഫലം ലഭിച്ച് പരിശോധന നടത്തി വന്നപ്പോഴേക്കും കുട്ടിയുടെ തലച്ചോറിനെ വളരെ ദോഷകരമായി തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് രോഗബാധ വളർന്നു. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ നമ്മളോട് കാര്യം പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിക്കോടിയിൽ നിന്നും എത്തിച്ചിരിക്കുന്ന കുട്ടിയുമായി സംബന്ധിച്ച് നമുക്കൊരു അനുകൂല ഘടകം ലഭിച്ചിരിക്കുന്നത് ഈ മുൻ രോഗങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഈ 3 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നു, മരണത്തിന് കീഴടങ്ങുന്നു, ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഈ പനിയുടെയും മറ്റ് മസ്തിഷ്ക ജ്വരത്തിന്റെയും ഒക്കെ ലക്ഷണം കണ്ടപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ പരിശോധന നടത്തുകയും അത് ഈ അമീബിക് മെനിഞ്ചൈറ്റിസ് ആണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ രോഗബാധയ്ക്ക് എതിരായി, അതായത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ബാധിക്കുന്നതിന് മുമ്പായി, ആ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളെ കൂടുതൽ ബാധിക്കുന്നതിന് മുമ്പായി ഈ രോഗത്തിനുള്ള ചികിത്സ നൽകാൻ കഴിഞ്ഞിരിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ വിജയം. എന്നാൽ എത്ര കണ്ട് പൂർണ്ണമായി ഈ ദൗത്യം വിജയിക്കുമെന്നൊന്നും നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ലെങ്കിലും ഡോക്ടർമാർ തികഞ്ഞ ശുഭവിശ്വാസത്തിലാണ്. കാരണം രോഗി മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും അനുകൂലമായ ഘടകം. അങ്ങനെയെങ്കിൽ ഈ ലക്ഷണങ്ങളുടെ ഒരു തീവ്രത കുറയ്ക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ഡോക്ടർമാർക്കുണ്ട്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്. തകർച്ചയിൽ നിന്ന് കരകയറാനുള്ള CPMന്റെ തിരുത്തൽ മാർഗരേഖയ്ക്ക് ഈ മാസം അന്തിമ രൂപമാകും. 19 മുതൽ 22 വരെ നീണ്ടുനിൽക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ തിരുത്തൽ രേഖ തയ്യാറാക്കും. സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ മുൻഗണനാക്രമവും നേതാക്കളുടെ ശൈലിയും ചർച്ചയാകും. വീഴ്ചകളും തെറ്റുകളും തിരിച്ചറിഞ്ഞ CPM എല്ലാ തലങ്ങളിലും അത് ഏറ്റുപറയുകയാണ്. ഇനി തിരുത്തലാണ്. അതെങ്ങനെ വേണമെന്ന ചർച്ചകളാണ് ഇപ്പോൾ CPMൽ നടക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി മുതൽ ബ്രാഞ്ച് വരെ തിരുത്തൽ നിർദ്ദേശിക്കും. അതെ, അങ്ങനെ അകറ്റാനിടയാവുന്ന ശൈലി എന്താണോ അതെല്ലാം പരിഹരിക്കണം. അല്ല, ശൈലി തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഒരു പ്രയോഗം തന്നെ വരുന്നത്. പാർട്ടിക്കാകെ ഏതെങ്കിലും ഇൻഡിവിജ്വലായിട്ട് ഇന്നയാള് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പാർട്ടിക്കകത്താകെ യഥാർത്ഥത്തിൽ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ് സെൻട്രൽ കമ്മിറ്റി പറഞ്ഞത്. ആ സംസ്ഥാന കമ്മിറ്റി തന്നെ പറഞ്ഞാണ്. മുഖ്യമന്ത്രിക്കായാലും പാർട്ടി സെക്രട്ടറിക്കായാലും PB മെമ്പർമാർക്കായാലും ആർക്കായാലും
അവരിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തെറ്റോ തിരുത്തേണ്ടതായോ കാര്യങ്ങളുണ്ടോ അതെല്ലാം തിരുത്തും. തെറ്റ് തിരുത്തൽ രേഖ ചർച്ച ചെയ്യാൻ 19-ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും 21, 22 തീയതികളിൽ സംസ്ഥാന സമിതിയും ചേരും. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയരുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റി തിരുത്തൽ രേഖയ്ക്ക് അന്തിമ രൂപം നൽകും. സർക്കാരിന്റെ മുൻഗണനാ ക്രമങ്ങളിൽ മാറ്റം വരുത്തുന്നതും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. ക്ഷേമ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾക്ക് മുൻഗണന നൽകും. തുടർഭരണമുണ്ടായതിനു പിന്നാലെ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളുടെ അടക്കം അധികാര കേന്ദ്രങ്ങളായി മാറിയെന്ന് CPM നേരത്തെ വിലയിരുത്തിയതാണ്. ഇത് തടയാനുള്ള നിർദ്ദേശങ്ങളുണ്ടാകും. വൻ മുതൽ മുടക്കുള്ള പദ്ധതികൾക്ക് പകരം ജനങ്ങൾക്ക് വേഗത്തിൽ ബോധ്യപ്പെടുന്ന വികസന പരിപാടികൾക്കാകും മുൻഗണന നൽകുക. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടോത്ര വിവാദത്തിൽ കെ സുധാകരനെയും രാജ്മോഹൻ ഉണ്ണിത്താനെയും വിമർശിച്ച കെ ശൈലജ, രാഷ്ട്രീയ നേതാക്കൾ കൂടോത്രത്തെ വിശ്വസിക്കുന്നത് കേരളീയ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിന്റെ ദൃഷ്ടാന്തമാണെന്ന് കെ ശൈലജ പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവും ശ്രീനാരായണ ഗുരുവും അടക്കമുള്ളവരുടെ ശ്രമങ്ങളെ പിന്നോട്ട് നയിക്കുന്നതാണ് ഇത്തരം പ്രവണതകൾ. ഇത്തരം അന്ധവിശ്വാസത്തിന്റെ മറ്റൊരു പതിപ്പാണ് UP-യിലെ അസ്തറിൽ ആൾദൈവത്തിന്റെ കാൽക്കീഴിലെ മണ്ണ് തേടി മരണത്തിലേക്ക് കുതിച്ച മനുഷ്യരുടെ കഥയും എന്നും കെ ശൈലജ പറഞ്ഞു. കൂടോത്രവുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് 18 ഇന്നും നിർണായക വെളിപ്പെടുത്തൽ ന്യൂസ് 18 പ്രേക്ഷകർക്ക് 10 മണിക്ക് കാണാം. എറണാകുളം ജില്ലയുടെ തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമായി തുടരുകയാണ്. കണ്ണമാലിയും വൈപ്പിൻ മേഖലയിലുമാണ് സ്ഥിതി ഏറ്റവും രൂക്ഷം. കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടിടത്തും പ്രദേശവാസികൾ സമരത്തിലാണ്. ജില്ലാ കളക്ടറുടെ അഭ്യർത്ഥന കണക്കിലെടുത്ത് കണ്ണമാലിയിൽ ഈ മാസം 21 വരെ സമരം നിർത്തിവച്ചിട്ടുണ്ട്. എന്നാൽ ഉറപ്പുകൾ പാലിച്ചില്ലെന്നാരോപിച്ച് വൈപ്പിൻ എടവനക്കാട് വീണ്ടും സമരം തുടങ്ങിയിട്ടുമുണ്ട്. ഡാനി പോൾ ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, ഈ തീരദേശവാസികൾക്ക് വലിയ ദുരിതമാണുള്ളത്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടും ദിവസങ്ങളാകുന്നു. പക്ഷേ ശാശ്വത പരിഹാരം ഒന്നുമായിട്ടില്ല. എന്താണ് നിലവിലെ അവസ്ഥ? അശ്വതി, കാര്യങ്ങൾ രൂക്ഷമാണ് ഈ തീരമേഖലയിൽ. കാരണം കടലാക്രമണം ഈ സീസണിൽ കുറച്ചുകൂടി കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചെല്ലാം തന്നെ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. നാൾക്ക് നാൾ അത് വർദ്ധിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. നമ്മൾ എടവനക്കാടിന്റെ തീരത്താണുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മേഖലയിൽ സമരം നടക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ മന്ത്രിയുമായി സംസാരിച്ചതിന് അനുയോജ്യമായ രീതിയിലേക്ക് ഒരു പാക്കേജ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകാമെന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ശാശ്വതമായ ഒരു നടപടികളിലേക്കടക്കം നീങ്ങുന്നില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പെല്ലാം തന്നെ പണ്ട് നേരത്തെയും പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ നടപടികളിലേക്ക് പോകുന്നില്ല എന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. വലിയ രീതിയിലുള്ളൊരു കടലാക്രമണം ഈ മേഖല അനുഭവിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്പസമയത്തിനകം തന്നെ ഇവിടം സന്ദർശിക്കുകയും ഇവിടെ ഈ ഒരു നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യും. അതിന്റെ ഒരു പ്രതീക്ഷ നാട്ടുകാരിലുണ്ട്. എന്താണ് എന്തെങ്കിലും അനുയോജ്യമായ ഒരു രീതിയിൽ ഇത് നിയമസഭയിലടക്കം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അത് സാധ്യമാകുമോ എന്നൊരു പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ കണ്ണമാലിയിലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കണ്ണമാലിയിലും ഇതേ ഒരു അവസ്ഥ തന്നെയാണ്. ആർക്കും വലിയ രീതിയിൽ ഇവിടെ നിന്ന് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അടക്കം പോകുന്ന സ്ഥിതിയാണ് പലർക്കും തന്നെയുള്ളത്. സമീപവാസികളാണോ? എന്താണ് വീട്ടിലേക്ക് ഒരു അവസ്ഥ? ഇവിടെ സുനാമിക്ക് ശേഷം മൊത്തം കടല് കയറി തന്നെയാണ്. കടല് വർഷമാകുമ്പോൾ കടല് കയറി ആകെ പരിഭ്രാന്തരായാണ് ഞങ്ങൾ ഈ സമരങ്ങളും ഇതൊക്കെ ചെയ്യണമെങ്കിൽ വന്ന് വാഗ്ദാനങ്ങൾ ചെയ്ത് പറഞ്ഞു പോകാനല്ലാതെ ഇവിടെ ഒന്നും ചെയ്യലില്ല. ഇപ്രാവശ്യം എന്തായാലും ഞങ്ങളിത് ചെയ്യിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ള സമരങ്ങൾ ഞങ്ങളിപ്പോ നിരാഹാര സമരം ചെയ്യണം പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ റോട്ടില് സമരങ്ങൾ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇന്നലെ മനുഷ്യ ചങ്ങല തീർത്ത് പിന്നെ പ്രതിപക്ഷ നേതാവ് വരുന്നതിന്റെ എന്തെങ്കിലും തീരുമാനം അതിന്റെ കേട്ട് നമുക്ക് തീരുമാനിക്കാന്നുള്ള ഇരിക്കുകയാണ്. പകരം ഇങ്ങനെയൊക്കെയാണ് സമയം. വടക്കോട്ടെല്ലാം സന്റെ വീടൊക്കെ അവിടെ കുറച്ചുകൂടി കൂടുതലാണ്. വടക്കോട്ട് അവിടെയൊക്കെ ഇവിടെ റോഡൊക്കെ ഒലിച്ചുപോയി. റോഡൊക്കെ ഒന്നുമില്ല. ഈ ഭാഗം ഇത് ഒരു തീരദേശ റോഡാണ് നമ്മൾ ഈ നിൽക്കുന്നത്. ഈ ഭാഗത്ത് തീരദേശ റോഡ് ഏതാണ്ട് പൂർണ്ണമായി ഇല്ല എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയാണ്. കാരണം ഇത് ഇപ്പോൾ ഒരു മണൽത്തിട്ട എന്ന് പോലും പറയാത്ത
പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. പൂർണ്ണമായും തന്നെ റോഡും മാർഗങ്ങളും എല്ലാം തന്നെ ഇല്ലാതായിരിക്കുന്നു എടവനക്കാട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു ആശുപത്രി കാര്യങ്ങളോ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വളരെ പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ പോലും, ഒരു വാഹനം പോലും വരാൻ കഴിയാത്ത രീതിയിലേക്ക് ആയിരിക്കുന്നു ഇവിടുത്തെ ഒരു സ്ഥിതി. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശവാസികൾ സമരവുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ വൈകാതെ പ്രതിപക്ഷ നേതാവ് എത്തും, അദ്ദേഹത്തോടും നേരിട്ടും ഇക്കാര്യങ്ങൾ പറയാമെന്ന് തന്നെയാണ്. എന്നാലും കൊച്ചിയുടെ തീരമേഖലകൾ ഇത്ര കണ്ട ഈ തകർക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ചെല്ലാന മോഡൽ പദ്ധതി, ടെട്രാപോഡും പദ്ധതി, അത് മുഴുവൻ പ്രാവർത്തികമാക്കാൻ വലിയ രീതിയിലൊരു സാമ്പത്തിക ചെലവടക്കം സർക്കാരടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹകരണത്തോടെ ഇനി അത്തരം പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന നിലപാടിലേക്ക് ചർച്ചകൾ പോകുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീരദേശവാസികളുടെ ദുരിതങ്ങൾ തുടരുന്ന ഒരു സ്ഥിതി തന്നെയാണ് നിലവിലുള്ളത്. അശ്വതി, അതാണ് ഡാനി പോളാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. വലിയ ദുരിതത്തിലാണ് എറണാകുളത്തിന്റെ തീരമേഖലയിൽ ഉള്ളവർ. സമര രംഗത്ത് അവർ തുടരുകയാണ്. അതേസമയം ശാശ്വത പരിഹാരം ഇപ്പോഴും അകലെയാണെന്നുള്ളതാണ്. കോഴിക്കോട് വെള്ളയിൽ ഹാർബറിന് സമീപം ചുഴലിക്കാറ്റിൽ മത്സ്യബന്ധന ബോട്ട് മുങ്ങി 2.5 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് വിലയിരുത്തൽ. രാത്രിയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ചുഴലിക്കാറ്റിലാണ് ബോട്ട് കടലിൽ മുങ്ങിയത്. ഹാർബറിൽ നിന്നും 1 കിലോമീറ്ററോളം മാറിയാണ് ബോട്ട് നങ്കൂരമിട്ടിരുന്നത്. സമീപത്തുണ്ടായിരുന്ന ബോട്ടുകളിലെ ജീവനക്കാർ നോക്കി നിൽക്കെ കാറ്റിൽ ഉയർന്നു പൊങ്ങിയ ബോട്ട് വെള്ളത്തിലേക്ക് ആഴ്ന്നുപോയി. 3 പേരുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടിന്റെ വില മാത്രം 1.5 കോടി രൂപയാണ്. വലകൾ, എൻജിൻ, സൗരോർജ്ജ സംവിധാനങ്ങൾ, ആധുനിക ആശയവിനിമയ മാർഗങ്ങൾ തുടങ്ങി ആകെ നഷ്ടം 2.5 കോടിയോളം. 50 തൊഴിലാളികളാണ് ബോട്ടിൽ ജോലി നോക്കിയിരുന്നത്. അത് ഇന്നലെ ഇവർ പണി കഴിഞ്ഞിട്ട് വെച്ചൊരു വള്ളമായിരുന്നു ഇത്. ഒരു 19 പേര് ജീവിക്കുന്ന ഒരു ഉപജീവന മാർഗ്ഗമാണിത്. അതിൽ കൂടുതലെന്ന് വെച്ചാൽ ഇവർ ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതിപ്പോൾ ഒരു സംരംഭം തുടങ്ങി കുറച്ചേ ആയിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു 1.25 കോടി ഉറുപ്പിന്റെ മുതലാണ് കിടക്കുന്നത്. പക്ഷെ ഇന്നലെ രാത്രി ആ ഒരു ചുഴലി അടിച്ചെന്നാണ് ഇത് കണ്ടവർ പറയുന്നത്. അങ്ങനെ സംഭവിച്ച ഈ ചുഴലിൽ പെട്ടതാണ് ഈ കാണുന്ന വെള്ളം കിടക്കുന്നത്. ഇതിപ്പോൾ ഒരു 50 പേരുടെ കുടുംബത്തിന്റെ ഉപജീവനമാർഗമായിട്ട് കണ്ടൊരു വെള്ളമാണ്. ഈ 50 കുടുംബം ഇപ്പം പട്ടിണിയിലേക്കാണ് നീങ്ങുന്നത്. അത്രയും 1.25 കോടി ഉറുപ്പിക കടം വാങ്ങിയിട്ടും മറ്റെല്ലാവരോടൊക്കെ വാങ്ങിയിട്ടൊക്കെ ചെയ്തൊരു ഒരുപാട് സ്വർണങ്ങളായിട്ടും ഒക്കെ പണയം വെച്ചിട്ട് വാങ്ങിയൊരു വഞ്ചിയാണിത്. അതാണിപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ നശിച്ചു പോയത്. സമാന രീതിയിൽ ആഞ്ഞടിച്ച മിന്നൽ ചുഴലിയിൽ കഴിഞ്ഞ വർഷവും ഈ പ്രദേശത്ത് 2 ബോട്ടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിരുന്നു. തിരിച്ചെടുക്കാനാവാത്ത വിധം ബോട്ട് നശിച്ചുപോയതോടെ വായ്പയെടുത്തും വട്ടിപ്പലിശക്ക് പണമെടുത്തും ബോട്ട് വാങ്ങിയ ഉടമകൾ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായിരിക്കുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നു. ആദ്യ മദർഷിപ്പ് ഈ മാസം 12-ന് തുറമുഖത്തെത്തും. കപ്പലിന് വൻ സ്വീകരണം ഒരുക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു. ഡിസംബറോടെ ആദ്യഘട്ട കമ്മീഷൻ പൂർത്തിയാകുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ വ്യക്തമാക്കി. ആദ്യ ചരക്കു കപ്പലിന്റെ വരവ് ആഘോഷമാക്കാനാണ് സർക്കാർ തീരുമാനം. ചടങ്ങ് വിപുലമായി ആഘോഷിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ ചരക്കു കപ്പലിനെ സ്വീകരിക്കും. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയും ചടങ്ങിനെത്തും. മുദ്ര തുറമുഖത്തെ ചരക്ക് കപ്പലാണ് ട്രയൽ റണ്ണിനായി എത്തിക്കുന്നത്. ഇതിനായി ചരക്ക് കപ്പൽ അവിടെ നിന്ന് ഉടൻ പുറപ്പെടും. ആദ്യഘട്ടത്തിൽ ചരക്കു നീക്കം കടൽ വഴിയായിരിക്കും. റോഡ് നിർമ്മാണം പൂർണ്ണമാകുന്ന മുറയ്ക്ക് മാത്രമേ പൂർണ്ണതോതിൽ പ്രവർത്തനം നടക്കൂ. റിംഗ് റോഡിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി തുടങ്ങി. റെയിൽവേ കണക്ടിവിറ്റിക്ക് അനുമതിയായി. ഈ വർഷം അവസാനം ആദ്യഘട്ട കമ്മീഷൻ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യം ട്രയൽ റൺ നടക്കും എന്ന നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടും. തുടർന്ന് ഈ വർഷം തന്നെ നമ്മുടെ പോർട്ട് കമ്മീഷൻ ചെയ്യാൻ കഴിയും. നമുക്ക് എത്തിച്ചേരുന്ന ഷിപ്പിൽ നിന്ന് ഏതാണ്ട് 1500ഓളം കണ്ടെയ്നറാണ് വരുന്നത്. ഇവിടെ ഇറക്കാൻ തക്ക രൂപത്തിൽ നമ്മുടെ പോർട്ട് സജ്ജമായി. അതിനാവശ്യമായ ക്രെയിൻ 32 എണ്ണമായിരുന്നു ചൈനയിൽ നിന്ന് വരേണ്ടത്. 31 ക്രെയിനും എത്തിച്ചേർന്നു. നമുക്ക് ആവശ്യമായ പശ്ചാത്തല സൗകര്യം എന്ന രൂപത്തിൽ കണ്ടെയ്നർ ബെർത്ത് 800 മീറ്റർ തീർന്നിട്ടുണ്ട്. അത് 400 മീറ്റർ സജ്ജമായി ഇറക്കാൻ തക്ക രൂപം. ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നമ്മുടെ കേരളത്തിൽ നിലവിൽ മാരിടൈം ലോഡിൻ്റെ കീഴിൽ തന്നെ 17ഓളം പോർട്ടുണ്ട്. വിഴിഞ്ഞവും കൊല്ലവും ബേപ്പൂരും അഴീക്കലുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് ചരക്ക് ഗതാഗതത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്ന സാഹചര്യം കൂടി ഇതിനോടൊപ്പം സംജാതമാകും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷം. വാണിജ്യാടിസ്ഥാനത്തിൽ തുറമുഖ പ്രവർത്തനം സജ്ജമായി കഴിഞ്ഞതായി അധികൃതർ വ്യക്തമാക്കി. കണ്ടെയ്നറുകളുടെ നീക്കത്തിനായി 32 ക്രെയിനുകൾ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിക്കഴിഞ്ഞു.
രാജ്യാന്തര കപ്പൽ പാതയ്ക്ക് തൊട്ടടുത്തതാണെന്നത് വിഴിഞ്ഞത്തിന്റെ ആകർഷണമാകും. മാത്രമല്ല 24 മീറ്റർ സ്വാഭാവിക ആഴമുണ്ടെന്നതും 800 മീറ്റർ ബെർത്താണ് സജ്ജമാക്കുന്നതെന്നതും പ്രത്യേകതയാണ്. കാത്തിരിപ്പിന് അങ്ങനെ വിരാമമാവുകയാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ്. ഈ മാസം 12 തന്നെ ട്രയൽ റൺ നടക്കും. തുറമുഖം ഈ വർഷം തന്നെ കമ്മീഷൻ ചെയ്ത് നൽകാനാകുമെന്ന് തന്നെയാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം NG മുതുൻ, ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. തിരുവനന്തപുരത്തെ CPM നേതൃയോഗങ്ങളുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചില വിലയിരുത്തലുകൾ ആ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്ന വിധത്തിലേക്ക് ഒരുപക്ഷെ പാർട്ടിയിൽ പ്രതിരോധിക്കാനാവാതെ നിന്ന, ചോദ്യം ചെയ്യലിന് വിധേയനാവാതെ നിന്ന പിണറായി വിജയന് നേരെ പോലും അംഗങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. മുതിർന്ന നേതാക്കൾ G. സുധാകരനെയും തോമസ് ഐസക്കിനെയും പോലുള്ള ആളുകൾ ശൈലി മാറ്റണമെന്നും അഹംഭാവം വെടിയണമെന്നും തിരുത്തലുണ്ടാകണം എന്നും പരസ്യമായി ആവശ്യപ്പെടുന്നത് നമ്മൾ കണ്ട ഒരു കാലമാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഈ ഒരു മാസ കാലയളവ് എന്ന് വേണം മനസ്സിലാക്കാൻ. തകർച്ചയിൽ നിന്ന് കരകയറാനുള്ള CPMന്റെ തിരുത്തൽ മാർഗരേഖയ്ക്ക് ഈ മാസം അന്തിമ രൂപമാകുമെന്നുള്ളതാണ്. 19 മുതൽ 22 വരെ നീണ്ടു നിൽക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ തിരുത്തൽ രേഖ തയ്യാറാക്കും. സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ മുൻഗണനാ ക്രമവും നേതാക്കളുടെ ശൈലിയും ചർച്ചയാകും. വീഴ്ചകളും തെറ്റുകളും തിരിച്ചറിഞ്ഞ CPM എല്ലാ തലങ്ങളിലും അത് ഏറ്റുപറയുകയാണ്. ഇനി തിരുത്തലാണ്. അതെങ്ങനെ? മാന്നാർ കൊലപാതക കേസിലെ മുഖ്യപ്രതി അനിൽകുമാറിന്റെ സുഹൃത്ത് നാസറിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. നാസറുമായി അനിൽകുമാർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് CDR രേഖകൾ. ഇന്നലെയും അനിൽകുമാർ വിളിച്ചു. പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയിലായിരുന്നു അനിൽകുമാർ വിളിച്ചത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, ഈ അനിൽകുമാറിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുന്നതിനിടെയാണ് ഈ നാസറുമായി കൃത്യമായുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നത്? അശ്വതി, നെടുങ്കണ്ടത്ത്, അതായത് കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടത്ത് നിന്നാണ് പോലീസ് നാസറിനെ കസ്റ്റഡിയിലെടുത്തത്. നാസറിനെ ഇന്നലെ മുഴുവൻ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യൽ തുടരുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രധാനമായും ഈ കൊല്ലപ്പെട്ട കാലയളവും അതിനു മുമ്പും അതിനുശേഷവും നാസറുമായി പലതവണ ഈ അനിൽകുമാർ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് പുറത്തുള്ള ആളുകളിൽ വന്നിട്ടുള്ളത് ഈ നാസറുമായാണ്. മാത്രമല്ല ഇയാൾക്ക് ചെറിയ ചില ക്രിമിനൽ പശ്ചാത്തലങ്ങളും ഉണ്ടെന്നൊക്കെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നാസറുമായി നിരന്തരം ബന്ധപ്പെട്ട കാര്യങ്ങൾ അനിൽകുമാർ തേടുന്നുണ്ടെന്നുള്ള വിവരവും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇന്നലെ പോലീസ് ഇന്നലെ ഈ നാസറിനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ തന്നെ അനിലിന്റെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അനിൽകുമാർ ഇസ്രായേൽ തന്നെ തുടരുകയാണ്. ഇന്റർപോൾ മുഖാന്തരം ഇയാളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കേസിലെ 1-ാം പ്രതിയും ഒപ്പം തന്നെ കലയെ കൊല്ലപ്പെടുത്തി എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ആളാണ് അനിൽകുമാർ. പക്ഷേ ഇസ്രായേലിലായതുകൊണ്ട് തന്നെ അയാളെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അനിൽകുമാർ നിരന്തരം ബന്ധപ്പെടുന്നത്. ഇന്നലെ പോലീസ് നാസറിനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ വന്ന അനിൽകുമാറിന്റെ കോളിലും ഇവിടെ നടക്കുന്ന കേസിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അന്വേഷണത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് നാസറിനോട് ഇന്നലെയും അനിൽകുമാർ തേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്ര അടുത്ത ബന്ധമുള്ള നാസറിന് അനിൽകുമാറിന്റെ രഹസ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് അന്വേഷണ സംഘം പോകുന്നത്. ഇന്നലെ മുഴുവൻ ചോദ്യം ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അശ്വതി. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ ക്യാബിനറ്റ് മന്ത്രിമാരെ തെരഞ്ഞെടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഏഞ്ചലെ റെയ്നർ ഉപപ്രധാനമന്ത്രിയാകും. മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിലും തീരുമാനമായി. ബ്രിട്ടനിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റതോടുകൂടി ലോകരാജ്യങ്ങളെല്ലാം തന്നെ എന്തായിരിക്കും ഇനി ബ്രിട്ടന്റെ മുന്നോട്ടു പോക്ക് എന്നതാണ് ഉറ്റുനോക്കുന്നത്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്നത് ഉപപ്രധാനമന്ത്രിയായി ഏഞ്ചല റെയ്നറെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡേവിഡ് ലാമി ആണ് ഫോറിൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ആണ് ഡേവിഡ് ലാമിയുടെ ഈ തെരഞ്ഞെടുപ്പ് എന്നത്. അഭിഭാഷകൻ കൂടിയായ ഡേവിഡ് ലാമി ഇന്ത്യയുമായി ഏറ്റവും നല്ല ഉഭയകക്ഷി ബന്ധം ആഗ്രഹിക്കുന്ന നേതാവാണ്. പ്രത്യേകിച്ച്
തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടത്തിലടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യയെക്കുറിച്ച് ഡേവിഡ് ലാമി പരാമർശിക്കുകയും ചെയ്തിരുന്നു. താൻ വിജയിക്കുകയും മന്ത്രിസഭയുടെ ഭാഗമാവുകയും ചെയ്യുന്നുവെങ്കിൽ ജൂലൈ അവസാനത്തിന് മുമ്പ് തന്നെ ഈ ഡൽഹി സന്ദർശിക്കും എന്നുള്ളതായിരുന്നു ഡേവിഡ് ലാമി മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാകും എന്ന് വേണം നമുക്ക് ഈ തീരുമാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഋഷി സുനക് ഇന്ത്യൻ വംശജനായ പ്രധാനമന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി കൂടുതൽ മെച്ചപ്പെട്ട ബന്ധം ആയിരുന്നു ആ ഘട്ടത്തിലടക്കം പുലർത്തിയിരുന്നത് എങ്കിൽ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും സാഹചര്യം എന്നുള്ളത് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒന്നാണ്. എന്നാൽ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം തന്നെയാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇന്ത്യയുമായി കൂടുതൽ മെച്ചപ്പെട്ട സഹകരണം, പ്രത്യേകിച്ച് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരുകളാണ് അധികാരത്തിലുള്ളത് എങ്കിൽ പോലും ലേബർ പാർട്ടിയുടെ വിജയം എന്നത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു മധ്യ ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ലേബർ പാർട്ടി. പക്ഷേ അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. മാത്രവുമല്ല പലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളിൽ ഈ വ്യത്യസ്തമായ നിലപാട് മറ്റ് ഇടതുപക്ഷ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യം കൂടി ആണ് ബ്രിട്ടൻ എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാമറിന്റെ നിലപാടും ഇതിൽ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹം ഒന്നടങ്കം ഈ തീരുമാനത്തെ അല്ലെങ്കിൽ ബ്രിട്ടനിലെ ജനവിധിയെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യം ആണ് ഉള്ളത്. മാത്രമല്ല ലേബർ പാർട്ടിയുടെ വിജയം എന്നത് 412 സീറ്റാകുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇരട്ടി സീറ്റുകൾ 202 സീറ്റുകൾ ആയിരുന്നു ലേബർ പാർട്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് എങ്കിൽ അത് ഇരട്ടിയായി മാറുന്ന സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം കൺസർവേറ്റീവ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 121 സീറ്റുകളിലേക്ക് ചുരുങ്ങിയതോടുകൂടി ഋഷി സുനക് ഈ പാർട്ടി നേതൃസ്ഥാനം രാജിവെക്കുന്ന സാഹചര്യം കൂടിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ആരായിരിക്കും കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡറായി എത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ഡോക്ടർ ജഗ്ദീപ് ധൻഖർ ഇന്ന് കേരളത്തിലെത്തും. തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഉപരാഷ്ട്രപതി എപ്പോഴാണ് കേരളത്തിലെത്തുക? എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ? അശ്വതി, രാവിലെ 10:55 വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഉപരാഷ്ട്രപതി എത്തുക. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക സ്വീകരണത്തിന് ശേഷം അദ്ദേഹം വലിയമലയിലെ IISc-യിലേക്ക് പോകും. പിന്നീട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിന്റെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 12ാമത് ബിരുദദാന ചടങ്ങിലാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഉപരാഷ്ട്രപതി എത്തിയത്. അദ്ദേഹത്തോടൊപ്പം ഭാര്യ സുദേശ് ധൻഖറും ഒപ്പമുണ്ട്. അതിനുശേഷം ഈ പരിപാടി പൂർത്തീകരിച്ചതിനു ശേഷം വൈകിട്ട് 3 മണിയോടുകൂടി അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം കൊല്ലത്തേക്ക് തിരിക്കും. അവിടെ അഷ്ടമുടിക്കായലിലൂടെയുള്ള യാത്രയും ഉപരാഷ്ട്രപതിയുടെ ഈ ഒരു 2 ദിവസത്തെ ഈ ഒരു കേരള സന്ദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഡൽഹിക്ക് തിരിച്ച് മടങ്ങുകയും ചെയ്യും. ഈ ഒരു പരിപാടി മാത്രമാണ്, ഔദ്യോഗിക പരിപാടി മാത്രമാണ് ഉപരാഷ്ട്രപതി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും IISc-യുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 12ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നത്. 10:55 അദ്ദേഹത്തിന്റെ വിമാനം ലാൻഡ് ചെയ്യുക. ശരി മിഥുൻ. ഹാത്രസ് ദുരന്തത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ വാർത്താ ഏജൻസിയോട് പ്രതികരിച്ച സ്വയം പ്രഖ്യാപിത ആൾദൈവം ബോലെ ബാബ സംഭവത്തിൽ അതിയായ ദുഃഖമുണ്ടെന്നും കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് വിശ്വാസമുണ്ടെന്നും ബോലെ ബാബ പറഞ്ഞു. അതേസമയം കേസിൽ മുഖ്യപ്രതിയായ ദേവ്പ്രകാശ് മധുകറിനെ അറസ്റ്റ് ചെയ്തു. ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് ഹാത്രസ് സന്ദർശിക്കും. नारायण साकार हर की संपूर्ण ब्रह्मांड में सदा सदा के लिए जय जयकार। हम 2 जुलाई की घटना के बाद बहुत ही व्यथित हैं। प्रभु हमें बस संगत को इस दुख की घड़ी से उबरने की शक्ति दें। सभी शासन एवं प्रशासन पर भरोसा बनाए रखें। हमें विश्वास है जो भी उपद्रवकारी हैं वो बख्शे नहीं जाएंगे।
ER രാകേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാകേഷ്, ബോലെ ബാബയെ കുറിച്ച് ഒരു വിവരവും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് UP പോലീസ് പറഞ്ഞതാണ് ഏറ്റവും പുതുതായി ഉണ്ടായിരുന്ന വിവരം. ഇപ്പോൾ ബോലെ ബാബ തന്നെ സംസാരിക്കുന്നു. കുറ്റക്കാരെ വെറുതെ വിടില്ലെന്നാണ് വിശ്വാസമെന്ന് ബോലെ ബാബ പറയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, UP പോലീസ് ആവർത്തിച്ചിരുന്നത് ബോലെ ബാബയ്ക്കായി അന്വേഷണം നടക്കുന്നു, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ഇപ്പോൾ വാർത്താ ഏജൻസിയായ ANIക്ക് തന്നെ പ്രതികരണം നൽകിയിരിക്കുകയാണ് ബോലെ ബാബ. ഇത് രണ്ടാം തവണയാണ് ഇത്തരമൊരു പ്രതികരണം ബോലെ ബാബയുടെ ഭാഗത്തുനിന്ന് പ്രസ്താവന ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയാണ് ബോലെ ബാബ പുറത്തിറക്കിയതെങ്കിൽ ഇപ്പോൾ വാർത്താ ഏജൻസിക്ക് പ്രതികരണം തന്നെ നൽകിയിരിക്കുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഹാത്രസിലുണ്ടായ ദുരന്തത്തിൽ അതിയായ ദുഃഖമുണ്ട്. മാത്രവുമല്ല, സർക്കാരിലും അന്വേഷണ സംവിധാനങ്ങളിലും വിശ്വാസം തനിക്കുണ്ട്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളണം എന്ന പ്രതികരണമാണ് ബോലെ ബാബയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്റെ അനുയായികളോട് ദുരന്തത്തിൽ മരിച്ചവർക്കും ഒപ്പം തന്നെ അപകടത്തിൽ പരിക്കേറ്റവരുടെയും ഒപ്പം നിൽക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്, നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന പ്രതികരണമാണ് ബോലെ ബാബയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും പോലീസ് ഇത്തരമൊരു ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആവർത്തിക്കുന്നു. ഒപ്പം രാജ്യം വിട്ടുപോയതായ ചില സൂചനകളൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ബോലെ ബാബ തന്നെ വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചിരിക്കുന്നത്. നേരത്തെ ബോലെ ബാബയുടെ അഭിഭാഷകൻ പ്രതികരിച്ചിരുന്നു. അതായത് UPയിൽ തന്നെ ഉണ്ട്, പോലീസ് ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ മൊഴിയെടുക്കാനോ മറ്റൊന്നും വിളിപ്പിച്ചിട്ടില്ല. അങ്ങനെ വിളിപ്പിക്കുകയാണെങ്കിൽ ഹാജരാകുമെന്ന് പ്രതികരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീഡിയോ സന്ദേശം വന്നിരിക്കുന്നത്. ഏതായാലും ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ ദേവപ്രകാശ് മധുക്കറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ഡൽഹിയിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നാണ് ഇപ്പോൾ UP പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ബോലെ ബാബയുടെ പ്രതികരണം വരികയും അതിനുശേഷം പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ത് നീക്കം തുടങ്ങിയ കാര്യങ്ങൾ നിർണായകമാണ്. ഏതായാലും ചില വിമർശനങ്ങളൊക്കെ തന്നെ പല കോണുകളിൽ നിന്നും പോലീസിനെതിരെ ഉയരുന്നുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ വളരെ ജാഗ്രതയോടുകൂടിയാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളും വളരെ ജാഗ്രതയോടുകൂടിയാണ്. പ്രത്യേകിച്ച് വലിയ അനുയായികൾ ഈ ബോലെ ബാബയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് എല്ലാം കണക്കിലെടുത്തുകൊണ്ടൊരു തീരുമാനമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ജാഗ്രതയോടുകൂടിയുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ നടക്കുന്നു. ഏതായാലും ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ഇന്ന് സന്ദർശിക്കുകയാണ് ഹാത്രസിൽ. ആദ്യം ജില്ലാ മജിസ്ട്രേറ്റ് അടക്കമുള്ളവരായി ചർച്ച നടത്തും. അതിനുശേഷമാണ് സംഭവസ്ഥലം സന്ദർശിക്കുക. നാളെയും സന്ദർശനം തുടരും. ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അല്ലെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളിൽ നിന്നൊക്കെ തന്നെ മൊഴിയെടുക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 2 ദിവസത്തെ സന്ദർശനം ഇന്ന് തന്നെ ആരംഭിക്കും. അശ്വതി, ശരി, ഒന്ന് തുടരണം. അസം അടക്കം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി അതിരൂക്ഷമായി തുടരുകയാണ്. അസമിൽ 24 ലക്ഷം പേരെയാണ് പ്രളയം ബാധിച്ചത്. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 52ആയി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. രാകേഷ്, ഏറ്റവും അധികം ഈ പ്രളയം ബാധിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, അസമിൽ സ്ഥിതി രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ 24 ലക്ഷം പേരെ പ്രളയം ബാധിച്ചിട്ടുണ്ട്. അതായത് 35 ജില്ലകളാണ് അസമിലുള്ളതെങ്കിൽ അതിൽ 30 ജില്ലകളെയും പ്രളയം ബാധിച്ചു. അതിൽ തന്നെ ദുബ്രി ജില്ലയിലാണ് സ്ഥിതി ഏറ്റവും മോശമായി തുടരുന്നത്. ഇതിന് പുറമെ അരുണാചലുമായി അതിർത്തി പങ്കിടുന്ന ധേമാജി ഒപ്പം തന്നെ ലഖിംപൂർ ജില്ലകളിലും സ്ഥിതി രൂക്ഷമായി തന്നെ തുടരുകയാണ്. കാസിരംഗ നാഷണൽ പാർക്കിൽ ഇതുവരെ 32 മൃഗങ്ങളാണ് ചത്തത്. മാത്രവുമല്ല, പല മൃഗങ്ങളെയും രക്ഷപ്പെടുത്തി എന്ന കണക്കുകൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് 77 മൃഗങ്ങളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ബ്രഹ്മപുത്രയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ വാട്ടർ കമ്മീഷൻ നൽകിയിരിക്കുന്നത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു ജാഗ്രതാ നിർദ്ദേശം ഈയിടങ്ങളിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊക്രജാർ, ദുബ്രി, ബക്സ, ബാർപേട്ട തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളം ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. സമാനമായ രീതിയിൽ അരുണാചൽ പ്രദേശിലും സ്ഥിതി രൂക്ഷമാണ്. അവിടെയും പലയിടങ്ങളിലും ശക്തമായ മഴ തുടരുന്നു. ഒപ്പം തന്നെ മണ്ണിടിച്ചിലും രൂക്ഷമാണ്. പല മേഖലകളിലും ഈ റോഡും പാലങ്ങളും ഒക്കെ തന്നെ തകർന്നുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥിതിയാണ് അരുണാചൽ പ്രദേശിലുള്ളത്. ഏതായാലും അടുത്ത 3 ദിവസം കൂടിയും ശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പുണ്ട്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാകെ റെഡ് അലേർട്ടും ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അശ്വതി, ശരി, രാകേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്. വിവാദങ്ങൾ
സമരങ്ങൾ കത്തി നിൽക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ആകാശപാതയ്ക്ക് വേണ്ടി ഇന്ന് ഉപവാസമിരിക്കും. തിരുവഞ്ചൂരിനെതിരെ പ്രതിഷേധവുമായി CPM ഇന്ന് മാർച്ച് നടത്തുന്നുണ്ട്. വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുക്കാനാണ് സാധ്യത. ജി ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്നും വിവരങ്ങളുമായി. ശ്രീജിത്ത്, ആകാശപാത വീണ്ടും വലിയ ചർച്ചയാവുകയാണ്. തിരുവഞ്ചൂർ ഇന്ന് ഉപവാസം ഇരിക്കുന്നത് എവിടെയാണ്? തിരുവഞ്ചൂരിനെതിരെ CPM ഇന്ന് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ടെന്ന് അറിയുന്നു. വിവരങ്ങൾ. അക്ഷരനഗരി എന്നറിയപ്പെടുന്ന അശ്വതി, തിരുവഞ്ചൂർ ഈ ആകാശപാതയ്ക്ക് താഴെ പന്തൽ കെട്ടിയാണ് പ്രതിഷേധിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ അവസാന കാലത്തും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം, കോട്ടയത്തെ വികസന അവഗണനയ്ക്കെതിരെ സമാനമായ രീതിയിലുള്ള പ്രതിഷേധം തിരുവഞ്ചൂരിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അത് തിരുനക്കര മൈതാനിയിലായിരുന്നു. ഏതാണ്ട് സമാനമാണ്. ആകാശപാത ഒപ്പം തന്നെ കോടിമതയിലെ രണ്ടാം പാലം ഉൾപ്പെടെ വിവിധ പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തിരുവഞ്ചൂരിന്റെ ഉപവാസം നടത്തുന്നത്. ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ മുനിസിപ്പാലിറ്റിക്ക് മുൻപ് ആകാശപാതയ്ക്ക് തൊട്ട് താഴെ തന്നെയാണ്, തൊട്ട് മുകളിൽ നമുക്ക് ആകാശപാത കാണാം. ആകാശപാതയ്ക്ക് താഴെ പന്തൽ കെട്ടിക്കൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ സമരം നടത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കേവലം ആകാശപാത മാത്രമല്ല വിഷയം. ആകാശപാത ഉടൻ പണി പൂർത്തിയാക്കണം എന്നുള്ള ആവശ്യമുണ്ട്. അത് കൂടാതെ മറ്റ് പദ്ധതികൾ, ഈ കോടിമതയിലെ രണ്ടാം പാലം ഉൾപ്പെടെയുള്ള പദ്ധതികളും ഇടത് സർക്കാർ വന്ന ശേഷം അതേ നിലയിൽ തുടരുന്ന സ്ഥിതിയാണുള്ളത് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നേതാക്കൾ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ വേദിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയം കൂടി കഴിഞ്ഞാൽ AICC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഇവിടേക്ക് എത്തിച്ചേരും. അദ്ദേഹമാണ് ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. DCC ജനറൽ സെക്രട്ടറി ഫിൽസൺ മാത്യു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിലെ ഏതാണ്ട് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും തന്നെ ഇവിടെ ഉണ്ടാകും. PJ ജോസഫ് ഉൾപ്പെടെ ഘടകകക്ഷി നേതാക്കളും ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും ഈസ്റ്റ് വെസ്റ്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ഉപവാസ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ CPMന്റെ പ്രതിഷേധവും ഇവിടേക്ക് വരുന്നുണ്ട്, മാർച്ച് നടത്തുന്നുണ്ട്. ഇന്നലെ കേരള കോൺഗ്രസ് എമ്മിന്റെ യുവജന വിഭാഗമായ യൂത്ത് ഫ്രണ്ടും ഈ ആകാശപാതയ്ക്കെതിരെ സമരം നടത്തിയിരുന്നു. എന്തായാലും ഒരു മണ്ഡലത്തിലെ വികസന പദ്ധതി അത് സംസ്ഥാനത്തൊട്ടാകെ വലിയ ചർച്ചാ വിഷയമാകുന്നു, വലിയ വിവാദമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അശ്വതി. ശരി ശ്രീജിത്ത്, എന്തായാലും ആകാശപാത വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. തിരുവഞ്ചൂരിന്റെ നേതൃത്വത്തിലുള്ള ഉപവാസം അവിടെ ആരംഭിച്ചു. ആകാശപാതയ്ക്ക് താഴെ പന്തൽ കെട്ടിയാണ് ഉപവാസം തുടങ്ങിയിരിക്കുന്നത്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളുടെ ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ CPMൽ നടക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി മുതൽ ബ്രാഞ്ച് വരെ തിരുത്തൽ നിർദ്ദേശിക്കും. അതെ, അങ്ങനെ അകറ്റാനിടയാവുന്ന ശൈലി എന്താണോ അതെല്ലാം പരിഹരിക്കണം. അല്ല, ശൈലി തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഒരു പ്രയോഗം തന്നെ വരുന്നത്. പാർട്ടിക്കാകെ ഏതെങ്കിലും ഇൻഡിവിജ്വലായിട്ട് ഇന്നയാള് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പാർട്ടിക്കകത്താകെ യഥാർത്ഥത്തിൽ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ പറ്റിയാണ് സെൻട്രൽ കമ്മിറ്റി. ആ സംസ്ഥാന കമ്മിറ്റി തന്നെ പറഞ്ഞാണ്. മുഖ്യമന്ത്രിക്കായാലും പാർട്ടി സെക്രട്ടറിക്കായാലും PB മെമ്പർമാർക്കായാലും ആർക്കായാലും അവരിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തെറ്റോ തിരുത്തേണ്ടതായോ കാര്യങ്ങളോ ഉണ്ടോ അതെല്ലാം തിരുത്തും. തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്യാൻ 19-ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും 21, 22 തീയതികളിൽ സംസ്ഥാന സമിതിയും ചേരും. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയരുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റി തിരുത്തൽ രേഖയ്ക്ക് അന്തിമ രൂപം നൽകും. സർക്കാർ കടലാക്രമണം രൂക്ഷമായ എടവനക്കാട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സന്ദർശിക്കുകയാണ്. ആ പ്രദേശങ്ങളിൽ വലിയ ദുരിതത്തിലാണ് ജനങ്ങൾ. ആ മേഖല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സന്ദർശിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ അധികം ദിവസങ്ങളായി അവിടെ സമരത്തിലായിരുന്നു പ്രദേശവാസികൾ. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ജനങ്ങൾ ഉള്ളത്.
കാരണം അന്ന് സുനാമിക്ക് 5 പേര് മരിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് മരണം നടന്നു. കാരണം മത്സ്യത്തൊഴിലാളികൾ ഇവിടെ അന്ന് പണിക്ക് പോകാൻ നിൽക്കുന്നു. പക്ഷെ അവര് പണിക്ക് പോയിരുന്നെങ്കിൽ 5 അല്ല, ശരിക്കും വലിയൊരു ദുരന്തം. കാരണം കേരളം കണ്ട ഒരു ഏറ്റവും വലിയ ദുരന്തമായ അത് മുതൽ നോക്കണം. ആ വീടുകളിലേക്കുള്ള ആളുകളെ ഒന്ന് മാറ്റി പാർപ്പിക്കുന്നതല്ലാതെ അല്ലെങ്കിൽ താൽക്കാലിക ശാശ്വത പരിഹാരം. കൊച്ചി എടവനക്കാട് കടലാക്രമണം രൂക്ഷമായ പ്രദേശത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശനം നടത്തുകയാണ്. അവിടെയുള്ള ജനങ്ങളുമായി അദ്ദേഹം സംസാരിക്കും. അവരുടെ ദുരിതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമരത്തിലായിരുന്നു പ്രദേശവാസികൾ. കളക്ടറുമായി ചർച്ച നടത്തിയതിന് പിന്നാലെ ഇടയ്ക്കൊന്ന് സമരം പിൻവലിച്ചെങ്കിലും വീണ്ടും അവർ സമരരംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. മനുഷ്യച്ചങ്ങല അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ തീർത്തിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബോധിപ്പിക്കുകയാണ് അവിടെയുള്ളവർ. ഇപ്പോൾ നമ്മൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. പ്രതിപക്ഷ നേതാവ് അടങ്ങുന്ന ഒരു സംഘം അവിടെ പ്രദേശവാസികളുമായി സംസാരിക്കാൻ, അവരുടെ ദുരിതം നേരിട്ട് കാണാനായി അങ്ങോട്ടേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അവിടെ നിന്നും കാണുന്നത്. ടെട്രാപോഡ് ആവശ്യമാണ് അവർ അവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. താൽക്കാലിക പരിഹാരം ഇനി വേണ്ട, തങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എടവനക്കാടുള്ളവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിനൊപ്പം ആരൊക്കെയുണ്ട്? വിവരങ്ങൾ. പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനം തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് അതോടൊപ്പം തന്നെ ഹൈബി ഈഡൻ MP അടക്കമുള്ളവർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. കഴിഞ്ഞ കുറേയധികം നാളുകളായി എടവനക്കാട് നിവാസികൾ ഈ കടലാക്രമണത്തിന്റെ രൂക്ഷത അനുഭവിക്കുകയാണ്. ആ മേഖലകളിലാണ് അദ്ദേഹം ഇപ്പോൾ സന്ദർശനം നടത്തുന്നത്. ഇവിടെ കടൽ ഭിത്തി എല്ലാം തന്നെ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. പകരം സംവിധാനം എന്ന രീതിയിലുള്ള ജിയോ ബാഗുകളും അത് കടലാക്രമണത്തെ കാര്യമായ രീതിയിലേക്ക് പ്രതിരോധിക്കും ഒരു രീതിയുമല്ല. അദ്ദേഹം ഈ മേഖലകളിലേക്കാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ പല വീടുകളും തന്നെ താമസിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് വന്നിരിക്കുന്നു. സുനാമി ദുരന്തമുണ്ടാകുമ്പോൾ ആ സമയത്ത് തകർക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. 5 പേരുടെ മരണം ഇവിടെ അന്ന് ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് നിന്ന് കൂടുതലായും തന്നെ ജനങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. പലരും തന്നെ ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വരുന്നു. പക്ഷെ ഇവിടെ നിന്ന് മുഴുവനായിട്ട് തന്നെ അവർക്ക് ഒഴിഞ്ഞു നിൽക്കാനും സാധിക്കുകയില്ല. കാരണം തങ്ങളുടെ വീടും അതോടൊപ്പം തന്നെ വസ്തുക്കളും എല്ലാം തന്നെ ഇവിടെയുമാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഈ പ്രദേശത്തുള്ളവർ തന്നെ നേരിടുന്നുണ്ട്. പലതവണയായി ഇവരത് പറയുന്നു. നിവർത്തികേടുകൾ കൊണ്ട് പിന്നീട് പ്രത്യക്ഷ സമരത്തിലേക്ക് ജനകീയ സമരസമിതി രൂപീകരിച്ച് ഇറങ്ങിയിരിക്കുന്നു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലും ശാശ്വത പരിഹാരങ്ങളിലേക്ക് ഒരു ധാരണയും ആയില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ഇവർ സമരം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം മനുഷ്യമുതൽ തീർത്തുകൊണ്ട് സമരരംഗത്തേക്ക് ഇവിടെ വന്നിരിക്കുന്നു. വരും ദിവസങ്ങളിലും ഇനി ശക്തമായ സമരത്തിലേക്ക് പോകുമെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് രാവിലെ തന്നെ ഇവിടേക്ക് എത്തുകയും ഇവിടുത്തെ സ്ഥിതി നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ മേഖലകളിലൊന്നാകെ തന്നെ സന്ദർശനം നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെ അദ്ദേഹം അവതരിപ്പിക്കും എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. ശാശ്വതമായ നടപടികൾ തന്നെയാണ് ഇവിടെ ആവശ്യമെന്ന് അദ്ദേഹം നേരത്തെ ഇവരോട് സംസാരിക്കുകയുണ്ടായി. കാരണം ഇപ്പോഴുണ്ടായിരിക്കുന്ന കടൽഭിത്തി ഏതാണ്ട് 20 വർഷം മുമ്പ് തന്നെ പൂർണ്ണമായും തന്നെ തകർന്നൊരവസ്ഥയിലാണ്. അതിൽ നടപടികൾ ഉണ്ടാകുന്നില്ല. ഇനിയിപ്പോൾ പുലിമുട്ടുകളും അതോടൊപ്പം തന്നെയും ടെട്രാപോഡ് അടക്കമുള്ള സംവിധാനങ്ങളെ കുറിച്ചടക്കം ആലോചിക്കേണ്ടി വരികയും ചെയ്യുന്നു. അതിൽ സർക്കാരാണ് അടിയന്തരമായി ഇടപെടേണ്ടത്. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടി ഇടപെടൽ ഉണ്ടായാലേ ഇത് പദ്ധതി പ്രാവർത്തികമാക്കൂ എന്ന ഒരു നിലപാടിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നപ്പോൾ അടിയന്തരമായ നടപടികൾ ഈ മേഖലയിൽ ഉണ്ടാകണം. ഒപ്പം CRZന്റെ വിഷയങ്ങളെല്ലാം തന്നെ ഈ മേഖലയിൽ നിലവിലുണ്ട്. സാധാരണക്കാരന് വീട് നിർമ്മിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ അടിയന്തര പ്രാധാന്യത്തോടെ മുന്നിലേക്ക് മന്ത്രിസഭയ്ക്ക് അടക്കം മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിനുള്ളത്. ഇവിടെ മാത്രമല്ല കണ്ണമാലിയിലടക്കം ഇതേപോലെ തന്നെ സമാനമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് കടന്നു പോകുന്നത്. എറണാകുളം ജില്ലയുടെ തീരമേഖലകൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നേരിടുന്നത്. അപ്പോൾ ഈ സന്ദർശനം കൊണ്ട് അദ്ദേഹത്തിന് ഇവരുമായിട്ടെല്ലാം തന്നെ സംസാരിച്ചുകൊണ്ട് കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുക, അതിനുശേഷം ഇത് കൃത്യമായി അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ സന്ദർശനം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ പ്രാദേശികമായ ജനപ്രതിനിധികളും എല്ലാം തന്നെ ഈ സന്ദർശനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങൾ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ജനങ്ങൾ
ജനങ്ങളും അവരുടെ കഷ്ടപ്പാടുകൾ വിവരിക്കുന്നു. നിരവധിയായ വീടുകൾ അടക്കം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നു, തകർക്കപ്പെട്ടിരിക്കുന്നു. പലരും തന്നെ ഇപ്പോൾ ഇവിടേക്ക് എത്തിയവർ പോലും ഇവിടെ താമസിക്കുന്നവരല്ല, നിവൃത്തികളുണ്ട്, ഇവിടുന്ന് മാറി താമസിക്കേണ്ടി വരുന്നവരാണ്. അവരെ ഇവിടേക്ക് വന്ന് തങ്ങളുടെ ഒരു അവസ്ഥ അദ്ദേഹത്തിന് മുന്നിലേക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇടവണ്ണക്കാടുകാരുടെ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു സന്ദർശനം മുന്നോട്ട് പോകുന്നത്. ശരി ഡാനി, എന്തായാലും പ്രതിപക്ഷ നേതാവ് എടവനക്കാട് കടൽ ക്ഷോഭം രൂക്ഷമായ പ്രദേശവാസികളുമായി അല്പസമയത്തിനകം സംസാരിക്കും. അദ്ദേഹം അവിടെ സന്ദർശനം തുടരുകയാണ്. മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാം. ഡാനി. മലപ്പുറം എടപ്പാളിൽ CITU തൊഴിലാളികളെ ഭയന്നോടി തൊഴിലാളിക്ക് പരിക്കേറ്റ സംഭവത്തിൽ CITUവിനെ ന്യായീകരിച്ച് ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MB ഫൈസൽ. തൊഴിലാളികൾ ലോഡിറക്കിയ വിവരം അന്വേഷിക്കാൻ പോയതാണ്. ഭയന്നോടി അപകടത്തിൽപ്പെട്ട യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചതും ഇവർ തന്നെയാണ്. തൊഴിലാളികൾ എത്തിയത് അർഹതപ്പെട്ട തൊഴിൽ നഷ്ടമായോ എന്ന് അന്വേഷിക്കാനാണെന്നും വാക്കേറ്റമോ സംഘർഷമോ അടിപിടിയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും MB ഫൈസൽ പറഞ്ഞു. അപ്പൊ രാത്രിയിൽ ഈ പ്രദേശത്ത് ഈ വർക്ക് സൈറ്റിൽ ലോഡ് വരികയാണ്. വന്ന വിവരം അറിയുമ്പോൾ തൊഴിലാളികൾ സ്വാഭാവികമായിട്ടും അവർക്ക് അർഹതപ്പെട്ട തൊഴിലാണത്. ആ തൊഴിൽ നഷ്ടപ്പെടാൻ ഒരു തൊഴിലാളിയും ആഗ്രഹിക്കില്ല, യൂണിയനും ആഗ്രഹിക്കുന്നില്ല. നമ്മളുടെ തൊഴിൽ സംരക്ഷിക്കണം എന്ന നിലപാട് തന്നെയാണ് നമുക്കുള്ളത്. തൊഴിലെടുക്കുന്നതിന് നിശ്ചയിക്കപ്പെട്ട കൂലിയും വാങ്ങണം. തൊഴിലെടുക്കുന്നതിന് എടുക്കാത്ത തൊഴിൽ കൂലി വാങ്ങിക്കാനും പാടില്ല. അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും സൈറ്റിൽ ഇതുപോലെ നമ്മൾ അറിയാതെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇറക്കി മേലാൽ അത്തരം ഇറക്കുകൾ ഇനി മേലിൽ ഉണ്ടാവരുത്. ഇങ്ങനെ ഇത് വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയണം. ഞങ്ങൾക്ക് നിയമപരമായി ഞങ്ങളാണ് ഇറക്കാൻ ചുമതലപ്പെട്ട ആളുകൾ. നിങ്ങൾ ഇറക്കുന്നത് നിയമവിരുദ്ധമാണ്. ഒരു നിയമത്തിന്റെ പുറത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പൊ പഴയതുപോലെ തീർത്തും അസംഘടിതരല്ലല്ലോ ചുമട്ടുതൊഴിലാളികൾ. വളരെ നിയമപരമായി ചട്ടപ്രകാരം പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവർക്ക് നിയമപരിരക്ഷയുണ്ട്. നിശ്ചയിക്കപ്പെട്ട ജില്ലാ ലേബർ ഓഫീസർ ഉൾപ്പെടെ കളക്ടർ ഉൾപ്പെടെ നിശ്ചയിച്ച വേതനം വാങ്ങുന്നവരുമാണ്. അപ്പൊ ആ നിലയിലുള്ള അപ്പൊ അവിടുത്തെ തൊഴില് നഷ്ടപ്പെടുന്ന ഘട്ടം വന്നപ്പോൾ ഇവര് സംസാരിക്കാൻ വേണ്ടി വരികയാണ്. വരുന്ന സമയത്ത് അവിടെ ഇത് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അത് സംസാരിക്കാൻ പറ്റും. ആര് നിങ്ങളെന്താ ഇറക്കാൻ കാരണം എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം മാത്രമാണ് ഉണ്ടാവുന്നത്. അപ്പോഴേക്ക് ബിൽഡിംഗ് ഓണറും കരാറുകാരനും വിളിച്ചു, നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, നമ്മളിപ്പോ മുമ്പ് ഇറക്കിയവരാണ് ശേഷം ഇറക്കുന്നത്. ഇന്ന് രാവിലെയും അതിനുശേഷം ഇറക്കിയിട്ടുണ്ട്. ശരി, CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ചട്ടപ്രകാരമാണ് എല്ലാം നടന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഈ വീണ ആളെ കൊണ്ടുപോയതും തൊഴിലാളികൾ ആണ് എന്ന് പറയുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? അശ്വതി, ഈ ഒരു വിഷയത്തിൽ ഫയാസ് എന്ന ഒരു യുവാവിനാണ് ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇയാള് CITക്കാരെ ഭയന്ന് കെട്ടിടത്തിന് മുകളിൽ താഴേക്ക് ചാടിയപ്പോൾ കാലിന്റെ എല്ലുകൾ പൊട്ടിയ നിലയിലാണ് ഇപ്പോൾ തൃശ്ശൂരിൽ ചികിത്സയിലുള്ളത്. CITU നേതാക്കൾ ഇത്തരത്തിൽ അവരെ ന്യായീകരിക്കുമ്പോൾ പക്ഷേ പോലീസ് പറയുന്നത്, അല്ലെങ്കിൽ പോലീസിന്റെ FIR പ്രകാരം CITU തൊഴിലാളികൾ ഇയാളെ മർദ്ദിച്ചിട്ടുണ്ട്, കൈകൊണ്ടും ഫൈബർ ട്യൂബ് ലൈറ്റ് കൊണ്ടും മർദ്ദിച്ചു, പരിക്കേൽപ്പിച്ചു എന്നാണ് പരാതി. ഈ മൊഴി, അതായത് പരിക്കേറ്റ ആളുടെ മൊഴി, അതുപ്രകാരം പോലീസ് കേസും എടുത്തിട്ടുണ്ട്. മനഃപൂർവ്വമായി പരിക്കേൽപ്പിക്കുക, സംഘം ചേർന്ന് ആക്രമിക്കുക, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക, അസഭ്യം പറയുക എന്നീ വകുപ്പുകൾ അനുസരിച്ച് കേസ് എടുത്തിട്ടുണ്ട്. ആരെയും പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവത്തിൽ CITU പറയുന്നതല്ല അവിടെ സംഭവിച്ചത് എന്ന് പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് ചാർജ് ചെയ്തത് ഇപ്രകാരമാണ്. അതിന്റെ FIR ഉള്ള വിശദാംശങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. എന്നാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം ഒരു വഴിക്ക് നടക്കുമ്പോൾ CITU നേതാക്കൾ ഇതിനെ ന്യായീകരിക്കുന്നു. അതായത് അവിടെ അക്രമമോ മർദ്ദനമോ അത്തരത്തിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ലോഡ് ഇറക്കിയത് എന്തിന് എന്ന് ചോദ്യം ചെയ്യാൻ മാത്രമാണ് അവർ പോയിട്ടുള്ളത്. അവർ ഭയന്നോടുകയായിരുന്നു. ഭയന്നോടി പരിക്കേറ്റയാളെ CITU തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചതും. അപ്പോൾ അത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവമല്ല എന്നൊരു വിശദീകരണമാണ് CITUവിന്റെ ഭാഗത്തുള്ളത്. പക്ഷേ പോലീസ് ചുമത്തിയ FIR പ്രകാരം ഈ CITUവിന്റെ വാദങ്ങൾ ശരിയല്ല എന്ന് വ്യക്തമാകുന്നതാണ് ഈ പോലീസിന്റെ FIR. ശരി അനുമോദ്. അശ്വതി, സുരേഷ് ഗോപിയുമായി നടന്നത് മന്ത്രി എന്ന നിലയിലുള്ള ആശയവിനിമയം മാത്രമാണെന്നും അതിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്തേണ്ടതില്ലെന്നും തൃശൂർ മേയർ MK വർഗീസ്. രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാനാകില്ല. ഇടതുപക്ഷത്തിനൊപ്പമാണ് താൻ ഉറച്ചു നിൽക്കുന്നത്. BJPയിലേക്ക് പോകുമെന്ന വാർത്തകൾ തെറ്റാണ്. CPIക്ക് എന്തെങ്കിലും അതൃപ്തിയുണ്ടെങ്കിൽ അവരുമായി സംസാരിച്ചു തീർക്കാൻ തയ്യാറാണെന്നും രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഇപ്പോഴത്തെ ശ്രമമെന്നും MK വർഗീസ് പറഞ്ഞു.
അതായത് ഇത്രയേ ഉള്ളൂ. അത് അങ്ങനത്തെ ഒരു വേദി വരുമ്പോൾ അപ്പൊ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണ വേദിയിൽ വരട്ടെ. CPM ആയിട്ട് തന്നെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഞാൻ ഇപ്പോൾ CPM ആയി തന്നെ സഹകരിച്ച് മുന്നോട്ട് പോകും. കാരണം അങ്ങനെയാണ് ഞാൻ അന്ന് ജയിച്ചപ്പോൾ ആദ്യം എടുത്ത തീരുമാനം അതാണല്ലോ. ആ തീരുമാനത്തിൽ നിന്ന് ഇന്ന് വരെ ഒരു പവറിലും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും എനിക്കില്ല. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് വളരെ ആത്മാർത്ഥമായ പിന്തുണ എനിക്ക് CPM-ന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ LDF-ന്റെ ഭാഗത്തുനിന്നും എനിക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകും. കമൽഹാസന്റെ ഇന്ത്യൻ 2 സിനിമയ്ക്കെതിരെ പരാതി. ചിത്രത്തിന്റെ പോസ്റ്ററുകളിൽ ദേശീയ പതാക ദുരുപയോഗം ചെയ്തു എന്നാണ് പരാതി. പാലായിലെ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷനാണ് നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പാലായിലുള്ള മഹാത്മാഗാന്ധി ഫൗണ്ടേഷനാണ് ഇത് സംബന്ധിച്ച പരാതി മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ DGPക്കും സെൻസർ ബോർഡിനും പ്രാദേശിക സെൻസർ ബോർഡിനും നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ 2 സിനിമയുടെ പോസ്റ്ററുകളിൽ വ്യാപകമായി ദേശീയ പതാക ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവർ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഈ പോസ്റ്ററുകളിൽ ദേശീയപാത ഉപയോഗിക്കുന്നത്, അതായത് പരസ്യ ആവശ്യങ്ങൾക്ക് ദേശീയപാത ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് ഫ്ലാഗ് കോഡിലടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല ഈ ദേശീയ പതാക പ്രദർശിപ്പിച്ചിരിക്കുന്നിടത്ത് മറ്റെഴുത്തുകളൊന്നും പാടില്ല. ദേശീയ പതാക ഉള്ളിടത്ത് അത് പൂർണ്ണമായും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ അത് പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഇതിൽ എഴുത്തും ഒപ്പം തന്നെ കമൽഹാസന്റെ ചിത്രവുമുണ്ട് എന്നാണ് പരാതിക്കാരായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നേരത്തെയും ഇത്തരം സംഭവങ്ങളിൽ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ള ആളാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ നേതാവ് കൂടിയായ ABJ ജോസ് ഉൾപ്പെടെയുള്ളവർ. പലതരത്തിലുള്ള കേസുകളും നേരത്തെ രാഷ്ട്രപതിക്കടക്കം ഇത്തരം ദേശീയ പതാക ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് നൽകുകയും നടപടികൾ ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളതാണ്. സംസ്ഥാനത്തൊട്ടാകെ ഇത്തരം പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർ ആവശ്യപ്പെടുന്നത് ഈ പോസ്റ്ററുകൾ പിൻവലിച്ച് ഇതിൻ്റെ ഈ സിനിമയുടെ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവർ മാപ്പ് പറയണം, അങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കണം എന്നൊരു നിലപാടാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഫലത്തിൽ ഇതൊരു ദേശീയ പതാകയുടെ ദുരുപയോഗം എന്ന നിലയിലേക്ക് ഒരു വകുപ്പിലേക്ക് വരുമ്പോൾ സർക്കാരും ഒപ്പം തന്നെ സെൻസർ ബോർഡും ഒക്കെ തുടർ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. സംസ്ഥാനത്തും ഇതര സംസ്ഥാനത്തും കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പുകൾക്ക് പിന്നാലെ സൈബർ തട്ടിപ്പിനായി മലയാളികളെ വിദേശത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നതായി പോലീസ്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് 3 പേർ ഇത്തരത്തിൽ വിദേശത്തെത്തി. ഇവർക്കായി അന്വേഷണം ആരംഭിച്ചതായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ പറഞ്ഞു. ഇംഗ്ലീഷിലും ഇതര ഭാഷകളിലുമുള്ള തട്ടിപ്പുകൾ മലയാളികൾക്ക് മനസ്സിലായി തുടങ്ങിയതോടെയാണ് മലയാളം സംസാരിച്ച് ഇരകളെ വീഴ്ത്താൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. കംബോഡിയ, വിയറ്റ്നാം തുടങ്ങിയ വിദേശങ്ങളിലേക്ക് മലയാളികളെ എത്തിച്ച ശേഷം കോൾ സെന്റർ മാതൃകയിലാണ് പ്രവർത്തനം. അശ്ലീല വെബ്സൈറ്റുകൾ, തത്സമയ അശ്ലീല ചാറ്റിംഗ് സൈറ്റുകൾ തുടങ്ങിയവ വഴിയാണ് തട്ടിപ്പിൽ ഏറിയ പങ്കും നടക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഇത്തരത്തിൽ 3 പേർ വിദേശത്തെത്തിയതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നു. അതിൽ നമുക്ക് കുറച്ച് ആൾക്കാർ ഇങ്ങനെ പോയിട്ട് അതിൽ ഇൻഫോർമേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വെരിഫൈ ചെയ്യുന്നുണ്ട്. കാരണം മലയാളത്തിൽ പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ കംബോഡിയ, വിയറ്റ്നാമിലാണ് കൊണ്ടുപോകുന്നത്. അതിൽ ബന്ധപ്പെട്ട ഡീറ്റെയിൽ നമുക്ക് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വെരിഫൈ ചെയ്യുന്നുണ്ട്. പല ജില്ലകളിലും ഉണ്ടായിരുന്നു. നമുക്ക് കാലിക്കറ്റ് സിറ്റിയിൽ 2-3 പേരുണ്ടായിരുന്നു. അത് നമുക്ക് വെരിഫൈ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കോഴിക്കോട് നഗരപരിധിയിൽ മാത്രം 61 സൈബർ തട്ടിപ്പ് പരാതികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 9 എണ്ണം ജോലി തട്ടിപ്പാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഓഹരി നിക്ഷേപം, വർക്ക് ഫ്രം ഹോം എന്നിവ വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ അധികവും. ഈ വർഷം നഗരത്തിൽ വിവിധ കേസുകളിലായി 15 ലക്ഷം രൂപയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത്. ന്യൂസ് 18 കോഴിക്കോട്. അട്ടപ്പാടി കാരറ ഗവൺമെന്റ് UP സ്കൂളിൽ ടാലന്റ് ക്ലബ്ബ് ഉദ്ഘാടനം സിനിമാ താരവും ഇൻഡിവുഡ് ടാലന്റ് ക്ലബിന്റെ ബ്രാൻഡ് അംബാസിഡറുമായ വിയാൻ മംഗലശ്ശേരി നിർവഹിച്ചു. ഡയറി എഴുത്തിലൂടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അനുമോദനം ഏറ്റുവാങ്ങിയ 2ാം ക്ലാസ് വിദ്യാർത്ഥി സുദീപയ്ക്ക് പ്രത്യേക അഭിനന്ദനമുണ്ടായി. കുട്ടികൾക്ക് വിവിധ മേഖലകളിലെ പ്രശസ്ത വ്യക്തികളുമായി സംവദിച്ച് ആശയവിനിമയം നടത്തി അറിവിന്റെ ജാലകം തുറക്കാനുള്ള അവസരം ലഭ്യമാക്കുമെന്നും സ്വപ്നങ്ങളെ ഉൾക്കൊണ്ട് കഴിവുകൾ വികസിപ്പിക്കണമെന്നും വിയാൻ പറഞ്ഞു. വിദൂര ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളിലെ കുട്ടികളുടെയും കഴിവുകൾ തിരിച്ചറിയുകയും അവ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇൻഡിവുഡ് ഫിലിം ക്ലബ്ബ് ലക്ഷ്യം വെക്കുന്നതെന്ന് ചെയർമാൻ സോഹൻ റോയ് അറിയിച്ചു.
അനന്ത് രാധിക വിവാഹ ആഘോഷങ്ങളിൽ മുഴുകി അംബാനി കുടുംബം. സംഗീത ചടങ്ങിന്റെ ഭാഗമായി അംബാനി കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും സ്റ്റേജിലെത്തി. സിനിമാ ഗാനമായ ദീവാംഗിക്ക് താളം ചവിട്ടിയാണ് മുകേഷ് അംബാനി ഉൾപ്പെടെ നൃത്തം ചെയ്തത്.